കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന കൃപയാൽ ഈ പുതുവർഷത്തിൽ നമുക്കിപ്രകാരം ബൈബിൾ സ്റ്റഡിയായിട്ട് കടന്നു വരുവാൻ ദൈവമായി കർത്താവ് സഹായിച്ച ദൈവത്തിന് വലിയ ദൈവോത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11. ഇന്ന് രാത്രി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് 32-ാമത്തെ വാക്യം, വേഴ്സ് 32. പ്രധാനമായിട്ട് 32 മുതൽ 40 വരെയുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നതിന് അതിനെ സപ്പോർട്ടീവായിട്ട് തുടർന്ന് പഠിക്കുവാൻ പോകുന്ന ഭാഗം 32 മുതൽ 40 വരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ വാക്യം വായിക്കാം. തുടങ്ങാം. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെക്കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാളുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറ് ഏറ്റു, ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടിക. പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയത് ഹാബേലിൽ തുടങ്ങുവാനായിട്ടിടയായിത്തീർന്നു. ഹാബേലിൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു. അതിനുശേഷമായിട്ട് നമ്മൾ ഹാനോക്കിൻ്റെ വിശ്വാസം കണ്ടു, നോഹയുടെ വിശ്വാസം കണ്ടു. ഇങ്ങനെ വിശ്വാസ വീരന്മാരുടെ ആദ്യ പിതാക്കന്മാരുടെ വിശ്വാസം കണ്ടിട്ട് പിന്നീട് അവസാനമായിട്ട് അവസാനിപ്പിക്കുന്നത് പ്രധാനമായിട്ട് ഇസ്രായേൽ മക്കളുമായിരിക്കുന്ന ബന്ധത്തിൽ അവരുടേതായിരിക്കുന്ന പിതാവായിരിക്കുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അതിനെ തുടർന്ന് അവരുടെ പ്രധാനപ്പെട്ട ലീഡറായിരിക്കുന്ന മോശയ്ക്ക് ശേഷമായിട്ട് കടന്നു വന്ന യോശുവയ്ക്ക് ശേഷമായിട്ട് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയം വരെയുള്ള വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണോ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചത്. ശ്രദ്ധിക്കണം. ഇവിടെ വന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ രാഹാബ് എന്നുള്ള വേശ്യ, ആ വേശ്യ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. ദൈവം അവരെ ഇറക്കിക്കൊണ്ടുവന്ന ഉദ്ദേശം, ആ ദേശത്ത് അവർ ചെന്നു എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത കനാൻ നാട്ടിൽ അവർ കാലെടുത്ത് വെച്ചു. ഇത്രയും പറഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും താന് ഇപ്രകാരം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ഇനിയും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം രക്ഷപ്പെടുവാൻ ഈ കഴിഞ്ഞ നാളുകളിൽ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ അവർ ദൈവത്തിന് വേണ്ടി നിന്നത് കണ്ടു എങ്കിൽ ഇനിയും അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നും പറയുവാനില്ല എന്നുള്ളതല്ല. അതുപോലെ തന്നെ വിലപ്പെട്ടതായിരിക്കുന്ന അനേകരെ അവിടെ ചൂണ്ടിക്കാണിക്കുക. അബ്രഹാം എത്രമാത്രം വിലപ്പെട്ടതായിരുന്നുവോ പല സമയങ്ങളിൽ അവരുടേതായിരിക്കും ജനറേഷൻസിൽ അവർ വളരെ വാല്യുബിളാണ്. ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് പ്രത്യേകതയുണ്ട്. എങ്കിലും ഇവരുടെയൊക്കെയും കാലങ്ങൾ മുൻപോട്ട് നോക്കുമ്പോൾ ഇവരെല്ലാവരും വിശ്വാസത്തിൽ മുൻപോട്ട് കടന്നുപോയി എന്ന് കാണുന്നുണ്ട്. ആ വിശ്വാസത്തിൽ മുൻപോട്ട് കടന്നുപോയെങ്കിൽ അവസാനിപ്പിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഇതുപോലെ ഇവരെല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ്. എന്താണ് ഇവരെക്കുറിച്ച് പറയുന്നത്? ഒരു വേർഡ് ഒന്ന് വായിച്ച് നമ്മൾ 39-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. 39 വേഴ്സ് 39. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട്, ശ്രദ്ധിക്കുക നിങ്ങൾ വേർഡ്, ഇവരുടെ എല്ലാവരെയും മേളിൽ
പറയപ്പെട്ടിരിക്കുന്ന സകല വ്യക്തികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനം പറയുകയാണ്, ഇവരെല്ലാവരും എന്ത് ചെയ്തവരാ? വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ലഭിച്ചവരാണ്. ഇവർക്കെല്ലാവർക്കും ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഈ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്ന ഭാഗമുണ്ട്. 32-ാമത്തെ വാക്യം പറയുന്നത്, നാം എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞിട്ട് ചില ന്യായാധിപന്മാരെ അവിടെ കാണിക്കുന്നുണ്ട്, രാജാക്കന്മാരെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു, പ്രവാചകന്മാരെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു എന്നുള്ളതാണ് താഴോട്ട് അവരെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ പ്രത്യേകമായിരിക്കുന്ന കാലം കൊണ്ട് അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതിനുശേഷം ആദിമ നൂറ്റാണ്ടിൽ സഭ ഉളവാക്കപ്പെട്ട സമയത്ത് കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷം ദൈവം തൻ്റെ ദാസൻ കൂടെ എബ്രായ ലേഖനം എഴുതിപ്പിക്കുന്നതിന് മുമ്പ് സഭ ഏത് അവസ്ഥകൾ കൂടെ കടന്നുപോയി എന്നുള്ളതും കൂടെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വായിച്ചോട്ട് വേഴ്സ് 37. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ ഭൃത്യൻ ഈ വേർഡ് എഴുതുമ്പോൾ തൻ്റെ മുൻപിൽ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് മാത്രമല്ല, പുതിയ നിയമ വിശുദ്ധന്മാരെയും നമ്മളിവിടെ കാണുന്നുണ്ട്. യാക്കോബിനെ ഹെരോദാവ് എന്ത് ചെയ്തു? വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അപ്പോൾ തൻ്റെ മുൻപിൽ ഈ വലിയ പിക്ചർ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിലെ പഴയ നിയമത്തിലോ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നവരെ മാത്രമല്ല കൊണ്ട് കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, താൻ ആയിരുന്ന സമൂഹത്തിൽ, താൻ ആയിരുന്ന കാലയളവിൽ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചവരെ കൂടെ അവൾ ഉൾപ്പെടുത്തുവാനായിട്ട് കാരണമായി തീർന്നു. എന്നാൽ പേര് പ്രത്യേകം പറഞ്ഞില്ല എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം സഹായിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു ദിവസം ആദിമ നൂറ്റാണ്ടിലെ ദൈവഭക്തന്മാർ ഏതെല്ലാം രീതിയിൽ കഷ്ടം അനുഭവിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. എന്നാൽ ഇവിടെ പഴയ നിയമത്തിൻ്റെ 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അപ്പോൾ ഇനിയും പറയുവാനായിട്ടാണെങ്കിൽ ഇഷ്ടം പോലുണ്ട്, എന്നാൽ ഇപ്പോൾ സമയമില്ല, ഇപ്പോൾ അത് വിശദീകരിക്കുവാനുള്ള സമയമില്ല. വേണ്ടുന്നത് ആവശ്യം പോലെ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയും ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി നടന്നവരുണ്ട്. ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പേര് പറയാത്ത ഒത്തിരി പേരുടെ കാര്യം പറഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവരായിരുന്നുവെന്ന്. ഇവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവരായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പേര് കൊടുക്കാത്ത ഒരു കൂട്ടം വിശുദ്ധന്മാർ അവരുടെ മരണത്തിൻ്റെ സമയത്താണെങ്കിലും വിശ്വാസത്തിന് വേണ്ടി നിലനിന്നതിൻ്റെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഒരു കണക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം ആവശ്യമാണ്. ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വരും തലമുറയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ ചില പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ വിട്ടേച്ച് പോകേണ്ടത് ആവശ്യമാണ്. ആരും അറിയാതെ ജീവിച്ചു, ആരും അറിയാതെ മരിച്ചു, ആരും അറിയാതെ മാറ്റപ്പെടുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നാളത്തെ തലമുറ എന്നെ നോക്കിക്കൊണ്ട് പറയണം, ഈ മനുഷ്യൻ വിശ്വാസത്തിന് വേണ്ടി പോരാടിയെന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്. ഒരിക്കലും സാധാരണപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അസാധ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം വിളിച്ചെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞോട്ട്. എന്നിലും നിങ്ങൾ കൂടെ വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തി വെളിപ്പെടുത്തണം. വരും തലമുറ ഒന്ന് മനസ്സിലാക്കണം, ഇവരുടെ വിശ്വാസം അതുകൊണ്ട് അത്ഭുതം കണ്ടു. ഹാബേലിൻ്റെ വിശ്വാസത്വം കൊണ്ട് ഹാബേൽ മരണം കാണാതെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ എന്നിലും നിങ്ങളുള്ള വിശ്വാസത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് വരും തലമുറയ്ക്ക് ഒരടയാളമായി വെച്ചിട്ട് വേണം ഈ ദേശത്തു നിന്ന്, ഈ ലോകത്തിൽ നിന്ന് പോകുവാൻ എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ പറയുന്നു, ഇത്
സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? താൻ തുടങ്ങിയത് തന്നെ ഗിദിയോനെ കുറിച്ചാണ് തുടങ്ങിയത്. ഗിദിയോന്റെ അവസ്ഥകളെക്കുറിച്ച് താൻ അവിടെ വെളിപ്പെടുത്തുക. ഇന്ന് രാത്രി നമ്മൾ ഒരല്പസമയം ചിന്തിക്കുവാൻ പോകുന്നത് ഗിദിയോന്റെ വിശ്വാസം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂ ഇയറിൽ നമ്മൾ ഇപ്രകാരം കാണുകയുണ്ടായി. ഗിദിയോനെ നോക്കിക്കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട്. അപ്പോൾ ഗിദിയോനിൽ ദൈവം ഒരു പരാക്രമശാലിയെ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് ദൈവം ഗിദിയോനെ നോക്കിക്കൊണ്ട് പരാക്രമശാലി എന്ന് പറയുവാൻ കാരണമായി തീർന്നു. ഗിദിയോൻ ഒരു സാധാരണപ്പെട്ട വ്യക്തിയായിരുന്നില്ല. താനും ഒരു രാജകുമാരൻ പോലെയായിരുന്നു. ഒരു പ്രഭു കുടുംബത്തിൽ ജനിക്കപ്പെട്ടവൻ, ഒരു ഭരിക്കുവാൻ തക്കവണ്ണം യോഗ്യനായി തീർന്നവൻ. എന്നാൽ ഒരു പക്ഷെ ഒരു രീതിയിൽ കഴിഞ്ഞ നാളുകൾ തന്നെ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന വേദനാജനകമായിരിക്കുന്ന അവസ്ഥകൾ, തൻ്റെ സഹോദരന്മാർ ഒരുപക്ഷെ തന്നെക്കാൾ കഴിവുള്ളവരായിരിക്കെ, എന്നാൽ അവരൊക്കെയും കൊല്ലപ്പെട്ട സ്ഥാനത്ത് എങ്ങനെയോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഗിദിയോൻ, ഇതിൽ നിന്ന് എങ്ങനെ മുൻപോട്ട് പോകുവാൻ സാധിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഗിദിയോൻ ആയിരിക്കുമ്പോൾ ആ സ്ഥാനത്താണ് സ്വർഗ്ഗത്തിലെ ദൈവം ചെന്ന് ഗിദിയോനോട് പറയുന്നത്, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ വിഷയം ആ ഭാഗം ഇന്ന് തൊടുക എന്നുള്ളതല്ല. എൻ്റെ വിഷയം ഫെയ്ത്ത് ഓഫ് ഗിദിയോൻ, ഗിദിയോന്റെ വിശ്വാസം. എന്തായിരുന്നു ഗിദിയോന്റെ വിശ്വാസം? നിങ്ങൾ വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ 6, 7, 8 അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ 6 to 8, അത് നിങ്ങൾ വീട്ടിൽ പോയി വീണ്ടും 1, 2, 3 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് വായിക്കുക. എന്താണ് ഇവരുടെ ഈ ഗിദിയോന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത? നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ഗിദിയോന്റെ വിശ്വാസം ഒരു ജയത്തെ കൊടുത്തു. ദ വിക്ടറി ഓഫ് ഫെയ്ത്ത്. ഗിദിയോന്റെ ഫെയ്ത്തിന്റെ പ്രത്യേകത വിക്ടറി. ഗിദിയോന്റെ വിശ്വാസം ഒരു വിക്ടറിയിലേക്ക് കൊണ്ടുവന്നു. ദ വിക്ടറി ഓഫ് ഫെയ്ത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് കാലയളവിലാണോ ഈ ഗിദിയോൻ വിശ്വാസം വെളിപ്പെടുത്തേണ്ടി വന്നത് നിങ്ങൾക്കറിയാം. ആദ്യം ഗിദിയോന്റെ ഉള്ളിൽ ഇപ്രകാരമുള്ള വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെയോ ദൈവം സംസാരിച്ച മുഖാന്തരമായിട്ട് ഒരു പരാക്രമശാലി ഗിദിയോന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഒന്ന് എഴുന്നേറ്റ് വന്ന് ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നു. ദൈവം ഇടപെട്ട സമയം മുതലാണ് ഗിദിയോന്റെ ജീവിതത്തിൽ കൂടെ ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്ത് വരുവാനായിട്ട് കാരണമായി തീർന്നത്. ഗിദിയോന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഗിദിയോൻ അതിനു മുൻപ് ഒരു ദൈവ പൈതലായിരുന്നില്ല എന്നുള്ളതല്ല, എങ്ങനെയോ ഒരു പേടിത്തൊണ്ടനായി ജീവിച്ചു എന്നുള്ളതല്ല. ഗിദിയോന്റെ ഉള്ളിൽ 1-2 ചോദ്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്കറിയാം, ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 13, 6:13 ഇപ്രകാരം വായിക്കുന്നുണ്ട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? അപ്പോൾ ഗിദിയോൻ ഒന്ന് മനസ്സിലാക്കി, ദൈവം എന്നോടുകൂടി ഉണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കേണ്ടതല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. പലരുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, അവരുടെ അവസ്ഥയിൽ ദൈവം അവരോടുകൂടി ഉണ്ടെങ്കിൽ അവർ എന്ത് ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യമില്ലാത്തത് കൊണ്ട് ഏതവസ്ഥയും അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം, സാഹചര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല, പിന്നെയോ ദൈവം തൻ്റെ വിശ്വാസത്താൽ നമ്മുടെ സാഹചര്യത്തെ മാറ്റുന്നതാണോ ആവശ്യം. ശ്രദ്ധിക്കുക വേർഡ്. നാം സാഹചര്യത്തിന് അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ളവരല്ല. സാഹചര്യം നമ്മെ കീഴ്പ്പെടുത്തുവാനുള്ളതല്ല. സാഹചര്യം പറയുന്ന പോലെ ഞാനും നിങ്ങൾ ജീവിക്കാനുള്ളവരല്ല. പിന്നെയോ ഞാനും നിങ്ങൾ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സാഹചര്യത്തെ ഞാൻ കൺട്രോൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സാഹചര്യം എന്നെ അല്ല നിയന്ത്രിക്കേണ്ടത്, ഞാനാണ് സാഹചര്യത്തെ നിയന്ത്രിക്കേണ്ടത്. സാഹചര്യം എന്നെ നിയന്ത്രിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നമുക്ക് കാണുവാൻ സാധ്യമല്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല. എന്നാൽ സാഹചര്യത്തെ ഞാൻ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ ആ കീഴ്പ്പെടുത്തുന്നത് 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, ദൈവം
ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്വവും ആ വാഗ്ദത്തമുള്ള വിശ്വാസവുമാണ് എൻ്റെ സാഹചര്യത്തെ ഞാൻ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. ആദിമ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്. ആദിമ ഭക്തന്മാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ, ആരുടെ ജീവിതം എടുത്ത് പഠിച്ചു അവിടെയൊക്കെ നമ്മൾ കാണുന്നത് സാഹചര്യത്തിന് അവർ കീഴ്പ്പെട്ടു പോകുകയായിരുന്നില്ല, സാഹചര്യത്തെ അവ കീഴ്പ്പെടുത്തി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞോട്ട്. ഇതാണ് ഗിദിയോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ചോദ്യം ചോദിച്ചു, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതൊക്കെ ഭവിച്ചു? 2, ദൈവം ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുവെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്നെവിടെ? നിങ്ങൾ മനസ്സിലാക്കണം. 2 കാര്യമാവൊന്ന് ഗിദിയോൻ ചോദിച്ചു. ഒന്ന്, ഗിദിയോൻ ചോദിച്ചത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? വൈ ഇറ്റ്സ് ഹാപ്പൻ ടു മീ. രണ്ടാമത്തെ ചോദ്യം അതല്ല, ദൈവത്തിൻ്റെ ശക്തി എവിടെ ദൈവത്തിൻ്റെ ശക്തി? ഈ 2 ചോദ്യം ചോദിക്കുമ്പോഴാണ് ഗിദിയോനോട് ദൈവം പറഞ്ഞത്, പരാക്രമശാലി നിന്നോടുകൂടെ ഉണ്ട് യഹോവ എന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഗിദിയോന്റെ ഉള്ളിൽ ഒരു വലിയ കാഴ്ചപ്പാട് വരികയാണ്. ഗിദിയോനെ എന്തിനു ദൈവം വിളിച്ചു? ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. വായിച്ചാട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യം, 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വേർഡ്. കഴിഞ്ഞ 20 വർഷക്കാലം ഇവരെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ മിദ്യാന്യരെ നോക്കിക്കൊണ്ട് ദൈവം ഗിദിയോനോട് പറഞ്ഞൊരു വേർഡാണ്, നീ ഈ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കണം മിദ്യാന്യരെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചിട്ട് 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി. അപ്പോൾ ഒരു വലിയ സംഖ്യയായിട്ടാണോ ഇവർ കടന്നു വന്നതെങ്കിലും ദൈവം ഗിദിയോനോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നീ ഈ വലിയ സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു മനുഷ്യനെ നീ തോൽപ്പിക്കുന്ന പോലെ ആയിരിക്കും ഹോൾ മിദ്യാന്യരെ നീ തോൽപ്പിക്കുവാൻ ഒറ്റ മനുഷ്യനെ പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു വേർഡ് ഗിദിയോന്റെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഗിദിയോന്റെ ജീവിതത്തിൽ ദൈവം ഈ വലിയൊരു വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ, ഒരു വലിയ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം വിളിച്ചിട്ട് തന്നെ കൊണ്ട് അസാധ്യമായിരിക്കുന്ന ഒരു വലിയ കാര്യത്തെ സാധ്യമാക്കുവാൻ ദൈവത്തിന് സാധിപ്പിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് ദൈവം ഗിദിയോനോട് സംസാരിക്കുമ്പോൾ ഗിദിയോൻ ആസിറ്റീസ് അത് ഏറ്റെടുക്കുക. ഇവിടെയായിരുന്നു ഗിദിയോന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് മുൻപാകെ യാതൊരു മടിയും ഗിദിയോന് പറയുവാനില്ല. ഗിദിയോന് യാതൊരു എക്സ്ക്യൂസും പറയുവാനില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായി. ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന വെളിപ്പാട് താൻ മനസ്സിലാക്കിയിട്ട് ദൈവം തന്നെ വിളിച്ചിരിക്കുന്ന വേലയെക്കുറിച്ചുള്ള ബോധ്യം മോശയ്ക്ക് കൊടുത്തപ്പോഴും മോശ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ യഹോവേ, ഞാൻ അത്രമാത്രം കൊള്ളാവുന്നതിനൊന്നുമല്ല, നീ മറ്റാരെങ്കിലും നോക്ക, അവരൊക്കെയാണ് നല്ലത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് അത് മാറ്റുവാനല്ല സ്വർഗത്തിലെ ദൈവം എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആഗ്രഹിക്കുന്നത്. എന്നോടവൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുവാനുള്ളൊരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ദൈവമക്കൾക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത്, അവർ നോക്കുമ്പോൾ തങ്ങളുടേതായിരിക്കുന്ന ഏതുമില്ലായ്മയെ കണ്ടുകൊണ്ട്, തങ്ങളുടെ ഒന്നുമില്ലായ്മയെ കണ്ടുകൊണ്ട് ദൈവം തന്നെ ഭരമേൽപ്പിച്ചത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ ഭരമേൽപ്പിക്കുന്ന അവസ്ഥകൾ. ഇന്ന് രാത്രി ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ എന്തിനെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വ്യക്തിയുടെ കരങ്ങൾ ഭരമേൽപ്പിച്ചിട്ട് ഒഴിച്ചോടുവാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മനസ്സുണ്ട്, നിങ്ങളെ ആ സ്ഥാനത്ത് പൊക്കിയെടുക്കുവാൻ മനസ്സുണ്ട്, ആ സ്ഥാനത്തുനിന്ന് ചിലത് പ്രവർത്തിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം.
നമ്മൾ ഏറ്റെടുക്കുവാൻ സാധിക്കാതെ മറ്റാരെങ്കിലും മുൻപിൽ കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചിരുന്നാൽ പലരും മുൻപിൽ കയറിപ്പോവും. നിങ്ങൾ ഇരുന്ന പോലെ ഇരിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ദാസന് പ്രകാരം യെശയ്യായി പറയുണ്ടായി, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നുമിരിക്കുന്നു. അപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ പ്രകാശം വന്നിരിക്കുന്നത് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, ഈ നാളുകൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ദിവസങ്ങളല്ല, പിന്നെയോ ഏറ്റെടുക്കേണ്ട ദിവസങ്ങളാ. ദൈവം ഒരു വേർഡ് കൽപ്പിച്ചു, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഗിദിയോനോട് ചോദിച്ചാൽ ഗിദിയോൻ അറിയാം മിദ്യാന്യരുടെ ശക്തി എന്താണെന്ന് ഗിദിയോൻ അറിയാം. എങ്ങനെയാണ് ഇവർ വരുന്നെന്നുള്ളത് തനിക്കറിയാം. ഏതെല്ലാം കഴിഞ്ഞ നാളുകൾ ഇവരെ മുഖാന്തരമായിട്ട് എന്തെല്ലാം അനുഭവിച്ചു എന്നുള്ളത് ഗിദിയോൻ അറിയാം. ഇതുകൊണ്ടാണ് ഗോതമ്പ് പിടിക്കപ്പെടാതിരിക്കേണ്ടതിനോ മുന്തിരിച്ചക്കിൻ്റെ അവിടെ വെച്ച് ഗിദിയോൻ മെതിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം അതാ. ഇവരെ ശരിയായിട്ട് അറിയാം. എന്നാൽ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരു ശത്രുവിനെ നോക്കിക്കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഗിദിയോനോട് പറഞ്ഞു, നീ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗിദിയോന് രണ്ടാമത് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഗിദിയോൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് അപ്രകാരം തന്നെ സംഭവം. ഇതാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ പടി. തൻ്റെ വിശ്വാസം ഒരു വിജയമായി തീരുവാനുള്ള ഒന്നാമത്തെ പടി. ദൈവം എന്ത് കൽപ്പിച്ചുവോ അത് അക്ഷരീയമായിട്ട് ചോദ്യം ചെയ്യാതെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വിജയം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്നത് ചോദ്യം ചെയ്യാതെ ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, അതിനനുസരിച്ച് നമ്മുടെ കാലുകൾ ചവിട്ടുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ജീവിതത്തിൽ വിജയങ്ങൾ കാണുവാൻ സാധിക്കും. അല്ലാത്തവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ കാണുവാൻ സാധ്യമല്ല. ശ്രദ്ധിച്ചോണേ, നാളുകളായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ നാളുകൾ ചിലതൊക്കെ നമ്മൾ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ആ നിക്ഷിപ്തമാക്കപ്പെട്ടതിനനുസരണമായിട്ടൊന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോണം, ഗിദിയോൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു, ഗിദിയോനെ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഗിദിയോൻ ഈ പ്രവർത്തനത്തിന് വേണ്ടി താൻ എടുത്തിച്ചാടിയില്ല. തൻ്റെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്തുവാൻ, എൻകറേജ് ചെയ്യുവാൻ തക്കവണ്ണം 4 അടയാളങ്ങളാണ് ഗിദിയോന് ലഭിച്ചത്. 4 signs, 4 അടയാളങ്ങൾ. ഈ 4 അടയാളങ്ങളും എന്തായിരുന്നു? ഗിദിയോൻ്റെ വിശ്വാസത്തെ എൻകറേജ് ചെയ്യുവാൻ. ഓൾറെഡി ആ വിശ്വാസം തൻ്റെ ഉള്ളിലുണ്ട്. ദൈവം അത് ചെയ്യും എന്നുള്ളത് തനിക്കറിയാം. പക്ഷെങ്കിൽ ദൈവം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടും തൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും താൻ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിച്ചത്, ഇത് ദൈവം തന്നെയാണോ, ഇത് ദൈവത്തിൻ്റെ കരങ്ങളാണോ, എന്താണ് ഇവിടെ ആവശ്യമായി? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ഒരിക്കൽ കൂടെ ശക്തിയോടെ. 4 പ്രധാനപ്പെട്ട അടയാളമാണ് ഗിദിയോന് ലഭിച്ചത്. അതിൽ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നതാണ്, നോക്കിയാട്ട് ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 17, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ശ്രദ്ധിക്കുക, ഗിദിയോന് വേണ്ട ഒരു ക്ലിയർ കൺഫർമേഷൻ. ശ്രദ്ധിച്ചോണേ, ദൈവം ഒരു വിളി തരുമ്പോൾ ആ വിളിക്ക് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വിജയകരമായിട്ട് ജീവിക്കണമെങ്കിൽ 2 കാര്യം നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ആ വിളി ദൈവത്തിൻ്റെ തന്നെയാണോ എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യം. ആ ബോധ്യമില്ലാതെ ഒരു കാരണവശാലും ഇറങ്ങിത്തിരിക്കരുത്. ഇറങ്ങിത്തിരിച്ചാൽ ഈ കാണുന്ന ഈ കാറ്റ് പോലെ അല്ല, ഒരല്പം കഴിയുമ്പോൾ ഒരു ഈശാനമൂലനം അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈശാനമൂലനം അടിക്കുമ്പോഴാണ് നമ്മുടെ നിലനിൽപ്പ് എവിടെയായിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അല്ലാത്തവർക്ക് ആ പദവിയില്ല. അല്ലാത്തവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞിട്ടാണോ ഞാൻ ഇറങ്ങിത്തിരിച്ചത്, അതോ എൻ്റെ ഇമോഷണലായിരുന്നോ? ശ്രദ്ധിക്കണം, വ്യക്തമായിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഗിദിയോൻ്റെ ജീവിതത്തിൽ ഈ ഒരു താല്പര്യമുണ്ടായിരുന്നു. വ്യക്തമായി ഞാൻ പറഞ്ഞു, 2 കാര്യം ആവശ്യമാണ്. ഒന്ന് വേണ്ടത് ഇത് ദൈവം തന്നെയാണോ എന്നുള്ളത്. അത് രണ്ടാമത്തത്, ഇത് ദൈവത്തിൻ്റെ സമയമാണോ എന്നുള്ളത്. ദൈവം വിളിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെങ്കിൽ അത് ദൈവത്തിൻ്റെ സമയമാകണമെന്നില്ല.
ദൈവത്തിൻ്റെ സമയം വരെ നമ്മൾ കാത്തിരിക്കുന്നത് വളരെ ആവശ്യമാണ്. സ്പിരിച്വൽ ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ നോക്കിയിട്ട് നമ്മൾ ഏത് മൂലകളാണെങ്കിലും വളരെ സൂക്ഷിച്ചില്ല എങ്കിൽ പലപ്പോഴും പലതിലും തട്ടി വീഴാനായിട്ട് പറ്റും. നമ്മൾ പോലും അതറിയത്തില്ല. നമ്മൾ കാണുന്നത് ഒരു സ്പിരിച്വൽ കാഴ്ചപ്പാടാണ്, പക്ഷേ അതാകണമെന്നില്ല ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തിൻ്റെ ഇഷ്ടമോ. അപ്പോൾ എന്ത് സംഭവിക്കും? പലതും ചെയ്യേണ്ടതിന് പകരം ചെയ്യാതിരിക്കാനും പലത് ചെയ്യേണ്ടാത്തത് ചെയ്യുവാനും കാരണമായിത്തീരും. മനുഷ്യരെ പലപ്പോഴും കൊണ്ട് നശിപ്പിക്കുന്നത് അവരുടെ ഇമോഷൻസാണ്. നിങ്ങൾക്കറിയാം, ശൗൽ രാജാവിനെ കൊണ്ട് നശിപ്പിച്ചത് ആ ശൗലിൻ്റെ ഇമോഷനാ. എടുത്തുചാട്ടമായിരുന്നു. എടുത്തുചാട്ടം ചാടി പലതും തീരുമാനിച്ചു, പലതും ചെയ്തു. അതുകൊണ്ടൊക്കെ തനിക്ക് അവസാനമായിട്ട് നാശമായി. അമാലേക്യരെ താൻ കണ്ടു, അവിടെയും ഒരു കൊച്ചനെ കൊന്നു. കണ്ടു കൊച്ച മനോഹരമായിരിക്കുന്ന ചിലത്, മാന്യമായിരിക്കുന്ന ചിലത് കണ്ടു, അതും എടുത്തുകൊണ്ട് ഇഞ്ഞ് പോന്നു. ദൈവം പറയാത്തതായിരിക്കുന്ന രീതിയിൽ പോയിട്ടൊരു യാഗം കഴിക്കുവാനായിട്ട് ഒരുങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അറിയേണ്ടത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഗിദിയോൻ ഒന്നാമത്തെ എക്സാമ്പിളാണ്. ഗിദിയോൻ്റെ ലൈഫ് ഞാൻ പഠിച്ചിട്ട് ഇത്രമാത്രം ഭംഗിയായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര വ്യക്തമായിരിക്കുന്ന ഒരു അടയാളം ലഭിച്ച ഗിദിയോനാണ് ദൈവത്തോടൊന്ന് പറഞ്ഞത്, ദൈവമേ, ഇത് നീ തന്നെയാണോ എന്നുള്ളതിന് എനിക്കൊരടയാളം തരണം. അപ്പോൾ ഗിദിയോന് വേണ്ടത് തൻ്റെ വിളിയെക്കുറിച്ചുള്ള ഉറപ്പ് തനിക്കായി. തന്നെ വിളിച്ചത് ഇതിനെന്ന് മനസ്സിലാക്കി. പക്ഷേ ഗിദിയോന് വേണ്ടത് ഒരു റീകൺഫർമേഷനാണ് താൻ ആഗ്രഹിക്കുന്നത്. നോക്കിക്കോണം, കഴിഞ്ഞ നാളുകൾ താൻ ഭയപ്പെട്ടതായിരിക്കുന്ന മിദ്യാന്യരെ തോൽപ്പിക്കുവാനാണ് ദൈവം തന്നെ വിളിച്ചത്. തന്നെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മാത്രമല്ല, ഒരു വലിയ കൂട്ടത്തെ കൂടെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഗിദിയോനിൽ കൂടെ ദൈവത്തിന് മനസ്സ് ശ്രദ്ധിക്കണേ എന്ന് പറയുന്ന വേർഡ്. ഞാൻ പറഞ്ഞ വേർഡ്, കഴിഞ്ഞ നാളുകളിൽ മിദ്യാന്യരെ ഭയന്ന് ഒളിച്ച് ഭയപ്പെട്ടുകൊണ്ട് ചില പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഗിദിയോനെ മാത്രം രക്ഷപ്പെടുത്തുവാനല്ല സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിച്ചത്. ഗിദിയോൻ രക്ഷപ്പെടുന്നതിനോട് കൂട്ടത്തിൽ ഒരു വലിയ കൂട്ടത്തെ കൂടെ രക്ഷപ്പെടുത്തുവാനാണ് സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിച്ചത്. ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ വേർഡ്. നമ്മൾ മനസ്സിലാക്കണം, ഈ നാളുകളിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമ്പോൾ രക്ഷപ്പെടുന്നത് നമ്മൾ മാത്രമായിരിക്കത്തില്ല, ഒരു വലിയ കൂട്ടം കൂടെ രക്ഷപ്പെടും. അത് മതി അവിടെ അത് വെളിപ്പെടുത്തുവാൻ. എന്താ ഇവിടെ വേണ്ടത്? ഗിദിയോൻ ഒന്നാമത് അറിയേണ്ടിയിരുന്ന ഒരു കാര്യം, ഇത് ദൈവം തന്നെയാണോ? അപ്പോൾ ദൈവം എന്ത് ചെയ്തു? 4 അടയാളങ്ങളാണ് ഗിദിയോന് കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ഒന്നാമത്തെ അടയാളം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത്തെ കൺഫർമേഷൻ ദൈവം ഇവിടെ ഗിദിയോന് കൊടുക്കുക. ഗിദിയോൻ ഈ പറഞ്ഞ ദൂതനോട് ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ഒരല്പം ഇവിടെ ഇരിക്കുക, ഞാൻ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊണ്ടുവരട്ടെ. ഗിദിയോൻ പോയിട്ട് നല്ല ആട്ടുകുട്ടിയൊക്കെ പിടിച്ച് നന്നായിട്ട് കറിയൊക്കെ വെച്ച് ഒരു യവയപ്പം ഒക്കെ വേവെടുത്ത് അപ്പമൊക്കെ ഉണ്ടാക്കി അത് രണ്ടും കൂടെ കൊണ്ടുവന്ന് ഈ വ്യക്തിയുടെ മുമ്പിൽ വെക്കുക. ഈ വ്യക്തി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ ഇരിക്കുന്ന കല്ലിലോട്ട് അത് വയ്യ ചാറൊക്കെ അതിന്മേൽ ഒഴിക്കാൻ പറഞ്ഞു. ഒഴിച്ചു. തൻ്റെ വടിയുടെ അറ്റം കൊണ്ട് തൊട്ടു. അത് അപ്പോഴേ ദഹിച്ചു പോയി. എന്താ വേർഡ് മീൻ ചെയ്യുന്നത്? ഈ തീ പുറപ്പെടുവിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമെന്ന് മനസ്സിലാക്കി. വായിച്ചോട്ടെ ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ തീ പുറപ്പെട്ടു. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഏലിയാവിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ ഒരു കാര്യമായി ഏലിയാവ് പറഞ്ഞത്, തീ കൊണ്ട് ഉത്തരമയക്കുന്ന ദൈവം തന്നെ ദൈവം. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഗിദിയോൻ ഒന്നിനുവേണ്ടി കാത്തിരിക്കുക. തനിക്കറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളത്, ദൈവത്തിൻ്റെ കരമാണോ എന്ന് അറിയേണ്ടത്. അത് അറിയുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ തന്നോട് കൽപ്പിച്ചതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ട് ആ പാറപ്പുറത്ത് വെച്ചിട്ട് ഗിദിയോൻ കാത്തിരിക്കുക. പക്ഷെങ്കിൽ വടിയുടെ അറ്റം കൊണ്ട് അത് തൊട്ട് കഴിഞ്ഞപ്പോൾ എന്തായിത്തീർന്നു? അത് മുഴുവൻ ദഹിച്ചു പോയി. എന്താ അവിടെ സംഭവിച്ചത്? God was pleased on his sacrifice. ദൈവം തൻ്റെ യാഗത്തിൽ പ്രസാദിക്കുകയായിരുന്നു. അപ്പോൾ ഗിദിയോൻ്റെ ഒരു യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഇത് കണ്ടപ്പോഴാണ് ഗിദിയോൻ ഭയപ്പെട്ടത്. അയ്യോ, ഞാൻ ആരെ കണ്ടു? യഹോവയെ കണ്ടു. ദൈവത്തെ ഞാൻ കണ്ടു. ദൈവത്തെ ഞാൻ മുഖാമുഖമായി കണ്ടു. അതാണ് താൻ ചിന്തിച്ചത്, ഇനിയും എനിക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല. ദൈവത്തെ കണ്ടിട്ടുള്ളവരാരും ജീവിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമതായിട്ട് ഗിദിയോനൊരു കൺഫർമേഷൻ കിട്ടി. ആ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയായിരുന്നു.
എന്നിട്ട് ദൈവം എന്ത് കൽപ്പിച്ചു? ഇതുകൊണ്ട് തീർന്നില്ല. അല്പം മുമ്പോട്ട് ചെന്നു. ഞാൻ ഗിദിയോൻ്റെ ടെസ്റ്റിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനുശേഷമായിട്ട് ഗിദിയോൻ ഈ യുദ്ധത്തിന് മുൻപായിട്ട് കടന്നു പോകുമ്പോൾ ഗിദിയോൻ്റെ ഒരു രണ്ടാമത്തെ ടെസ്റ്റ് ദൈവത്തിന് മുമ്പിൽ കൊടുക്കുക. എന്താ ദൈവത്തിന് മുമ്പിൽ കൊടുക്കുന്നത്? രണ്ടാമത്തെ ടെസ്റ്റ് 6-ാം അധ്യായം 37-38 വാക്യം. 37 വേഴ്സ് 37 and 38. അപ്പോൾ ഗിദിയോൻ ദൈവത്തോട് ശ്രദ്ധിക്കുക, രണ്ടാമത് വീണ്ടും ഒരു അടയാളം ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെങ്കിൽ സംശയത്തിൽ കൂടെ ആകരുത്. റീകൺഫർമേഷന് വേണ്ടി ദൈവത്തോട് എത്ര ചോദിച്ചാലും ദൈവം കൺഫേം ചെയ്തു തരും. പക്ഷെങ്കിൽ ഡൗട്ട് വെച്ചുകൊണ്ട് ചോദിച്ചാൽ അത് ദൈവം ശിക്ഷിക്കുന്ന പാപവുമാണ്. എന്താ ഇവിടുത്തെ വിഷയം? ഇത് നീയാണ് എന്നോട് അരുളി ചെയ്തെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വലിയ സൈന്യത്തിൻ്റെ അടുക്കിലേക്കാണ് ഗിദിയോൻ പോകാൻ പോകുന്നത്. ഗിദിയോൻ അറിയാം ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷേ തനിക്ക് വീണ്ടും ഉറപ്പ് വേണം എന്താ സംഭവിക്കുന്നത്. ഗിദിയോൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, ദൈവമേ നീ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു തോലെടുത്ത് ഇങ്ങോട്ട് ഇടാൻ പോവാ. നിലം മുഴുവൻ എന്ത് ചെയ്യണം? നനഞ്ഞിരിക്കണം. വായിച്ചെടുപ്പത് ആ ഭാഗം. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഗിദിയോൻ പറയുന്നത് മഞ്ഞ് എവിടെ ഇരിക്കണം? തോലിലിരിക്കണം. നിലം മുഴുവൻ ഉണങ്ങിയിരിക്കണം. എന്നിട്ട് ചെയ്തു. അതിരാവിലെ എഴുന്നേറ്റ്, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രത്യയമായിരിക്കുന്ന ഭാഗം പഠിക്കുമ്പോൾ അതിൻ്റെ 33-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ ആരുണ്ട്? ശത്രു പാളയം ഇറങ്ങിക്കിടക്കുക. ഇപ്പത്തിരുന്ന് ഈ പുള്ളി എന്തോ ചെയ്യുക? പുള്ളി ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ദൈവമേ നീ ഒരു കാര്യം ചെയ്യണം, ഈ തോലിൽ മാത്രം മഞ്ഞിരിക്കണം, നിലമൊക്കെ ഉണങ്ങിയിരിക്കണം. എന്നാ നോക്കുന്നേ? അടുത്ത ദിവസം വായിച്ചോട്ട് 38. പിറ്റേന്ന് അധികാലത്ത്. അപ്പോൾ ദിവസം എത്ര പോയി? 1. നിങ്ങൾ മനസ്സിലാക്കണം, ശത്രു എവിടെ കിടക്കുക? യുദ്ധത്തിന് വേണ്ടി അടുത്ത് വന്നിരിക്കുക. നോർമലി നമ്മൾ ചെയ്യുന്ന എന്തോ ചെയ്യും? കട്ടയും പടവും ഒക്കെ അവിടെ മടക്കി വെച്ചിട്ട് നേരെ ആരോട് യുദ്ധം ചെയ്യാൻ പോകും? ശത്രുവിനോട്. ഇവിടെ ഗിദിയോൻ ശത്രു തൻ്റെ മുൻപിൽ കിടക്കുമ്പോൾ അറ്റ് എനി മോമെൻറ്റ് ശത്രുവിനെ തന്നെ ശത്രുവിനെ തന്നെ ആക്രമിക്കുവാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഗിദിയോൻ ശാന്തമായിട്ട് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഇത് നീ തന്നെയാണോ? എനിക്കൊരു അടയാളം തരണം, നീ ഒരു കാര്യം ചെയ്യണം, ഈ തോല് മാത്രം നനഞ്ഞിരിക്കണം, നിലമെല്ലാം ഉണങ്ങിയിരിക്കണം. അധികാലത്ത് എഴുന്നേറ്റ് താൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ കണ്ടു. അതുകൊണ്ട് തീർന്നോ? വീണ്ടും രണ്ടാമത്തെ ദിവസം ചെന്നിട്ട് ഗിദിയോൻ ദൈവത്തോട് ചോദിക്കുക, ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ പോവാ. എന്തുവാ? നിലമെല്ലാം നനഞ്ഞിരിക്കണം, ഇത് മാത്രം ഉണങ്ങിയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ഒരു ടൈം, ഏകദേശം 2 ദിവസം എവിടാ കിടക്കുന്ന ശത്രു? പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എത്രമാത്രം ഈ ഗിദിയോൻ്റെ പേഷ്യൻസി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും ശത്രു അടുത്തിരിക്കുമ്പോൾ അറ്റ് എനി മോമെൻറ്റ് ആക്ട് ചെയ്യേണ്ട സ്ഥാനത്താണ് വളരെ ശാന്തനായിട്ട് ഗിദിയോൻ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു പർട്ടിക്കുലർ സമയത്ത് ശൗല് പുരോഹിതനോട് ചോദിച്ചു, നീ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവസാനമായിട്ട് എന്തു പറഞ്ഞു? ആ വരാൻ താമസിച്ചപ്പോൾ, അല്ലെങ്കിൽ വരുന്ന സമയത്തിന് മുമ്പ് ശത്രുക്കൾ കടന്നു വരുന്ന ആ സമയത്ത് ശൗൽ രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം കൈ അങ്ങ് വലിച്ചേര്, ഞാൻ പോയി യുദ്ധത്തിന് ചെയ്യാം. പലപ്പോഴും ജീവിതത്തിൽ പേഷ്യൻസി വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ശുശ്രൂഷ ചെയ്യുവാനുള്ളത് താല്പര്യം, മുൻപിൽ ശത്രുവിൻ്റെ സൈന്യം കിടക്കുക. പക്ഷേ ഇവിടെ ഗിദിയോൻ്റെ ജീവിതത്തിൽ ഗിദിയോന് വേണ്ടത് വീണ്ടും ഒരു കൺഫർമേഷൻ. ഇതുകൊണ്ട് തീർന്നു. ഗിദിയോന് 2 കൺഫർമേഷൻ. ആദ്യം ഒരു കൺഫർമേഷൻ കൊടുത്തു, ദൈവം പറഞ്ഞു ഞാൻ ആ കുഞ്ഞെ നിന്നെ വിളിച്ചത്. രണ്ടാമത് ഗിദിയോൻ ദൈവത്തോട് ചോദിച്ച പോലെ ദൈവം ചെയ്തു കൊടുത്തു. 3 ഗിദിയോൻ വീണ്ടും ദൈവത്തോട് ചോദിച്ച പോലെ ദൈവം ചെയ്തു കൊടുത്തു. ഇതുകൊണ്ടും ദൈവം നിർത്തിയില്ല. ദൈവം ഗിദിയോനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് രാത്രി നീയും നിൻ്റെ ബാല്യക്കാരനും കൂടെ നേരെ മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു.
പാളയത്തിൽ ചെല്ലുമ്പോൾ എന്താ പറഞ്ഞത്? അവിടെ ശബ്ദം, അവിടെ സംസാരം നടക്കുക. എന്താ സംസാരം? 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഒരു യവയപ്പം, ഒരു ബാർലി അപ്പം എങ്ങോട്ട് വന്നു? മിദ്യാന്യരുടെ കൂടാരത്തിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അത് പാളയം മുഴുവൻ തകർത്ത് വെച്ചങ്ങ് പോയി. എന്നിട്ട് ഈ കൂട്ടുകാരന് വ്യാഖ്യാനം കൂടെ കൊടുത്തു. വായിച്ചോ താഴെ 14. ഈ യവയപ്പം ആരാന്നാ ഇവർ സംസാരിക്കുന്നേ? ആരാന്ന് പറഞ്ഞു? ഇത് യോവാശിൻ്റെ മകനായ ഗിദെയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. എന്നിട്ട് താഴെ നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി, ഓൾറെഡി എരിഹോവിനെ ദൈവം കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് ദൈവം എന്ത് ചെയ്യിച്ചത്? ചുറ്റുപാട് നടത്തിയത്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ദൈവം പറയുന്നത്? ഈ മിദ്യാൻ്റെ പാളയത്തിൽ ഓൾറെഡി ഒരു വലിയ പ്രശ്നമാണ്. അവർക്കറിയാം ഈ ദിവസം അവരുടെ പരാജയത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുള്ളി എന്തിരിക്കും ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഗിദെയോനെ, നീ ഒന്ന് താഴെ മിദ്യാൻ്റെ പാളയം വരെ ചെല്ല്. നിനക്ക് ഒറ്റയ്ക്ക് ചെല്ലാൻ പേടിയാണെങ്കിൽ കൂട്ടത്തിൽ ആരെ കൂടെ കൊണ്ടുപോകും? നിൻ്റെ ബാല്യക്കാരനെ കൂടെ. അപ്പോഴും ദൈവം മനസ്സിലാക്കി ഈ പുള്ളി ആരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൺഫർമേഷൻ വീണ്ടും വീണ്ടും തനിക്ക് ലഭിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രാവശ്യത്തെ കൺഫർമേഷനോടുകൂടെ ഗിദെയോൻ ഒരു കാര്യം മനസ്സിലാക്കി. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടിയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക. ആദ്യത്തെ ഒരു ടെസ്റ്റ് ദൈവത്തിന് മുമ്പാകെ ചോദിച്ചു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ ആണോ ഞാനിതൊക്കെ കൊണ്ടുവരട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതോടുകൂടി ദൈവം അവസാനിപ്പിച്ചില്ല. ദൈവം തിരിച്ചൊരു ടെസ്റ്റ് കൂടെ കൊടുത്തു. എന്താ കൊടുത്തതെന്നറിയാമോ? ഗിദെയോനോട് പറഞ്ഞു, കുഞ്ഞെ നീ ഒരു കാര്യം ചെയ്യുക. നിൻ്റെ അപ്പൻ്റെ ഒരു കാളയുണ്ടല്ലോ, അതിനെ കൊണ്ടുവന്ന് നിൻ്റെ അപ്പൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബാലിൻ്റെ ഒരു വിഗ്രഹമുണ്ട്, അതൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് അതിൻ്റെ അശേരാ പ്രതിഷ്ഠയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് അതിൻ്റെ തടിയുടെ മുകളിൽ ഈ കാളെ കൊണ്ടുവന്ന് ഈ യാഗമായി കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം സുഖമായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പിന്നെ എന്തോ ഉണ്ട്. പലപ്പോഴും നമുക്ക് ദൈവം കൺഫർമേഷൻ തരുമ്പോൾ ആ കൺഫർമേഷൻ അനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ദൈവം നമ്മൾക്കൂടെ ചോദിക്കുന്നത്. എന്താ ഇവിടെ സംഭവിച്ചത്? ദൈവം പറഞ്ഞു, ഗിദെയോനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്. നീ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, ആ പർട്ടിക്കുലർ സമയത്ത് ഇസ്രായേൽ ദേശം മുഴുവൻ വിഗ്രഹാരാധികളാണ്. അവർ ബാലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ബാലിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ പ്രത്യേകമായിരിക്കുന്ന സമയത്ത് ബാലിൻ്റെ വിഗ്രഹം പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിലും സാധ്യമല്ല. ഇവിടെയും ഗിദെയോൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടപ്പോൾ ആ ഫസ്റ്റ് ടെസ്റ്റ് ഗിദെയോൻ വിജയിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ആ വിജയിച്ചത് എങ്ങനെയുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട്. താൻ അല്പം ഭയമുള്ളവനായതുകൊണ്ട് നേരെ പകൽ ചെല്ലാതെ ഏത് രീതിയിലാണെങ്കിൽ ചെയ്താൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. എന്താ സംഭവിച്ചത്? രാത്രി ചെന്നിട്ട് ഈ ബാലിൻ്റെ ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് കാളയെ പിടിച്ച് അതുമേൽ യാഗമാക്കി ദൈവത്തിൻ്റെ ഒന്നാമത്തെ ടെസ്റ്റിൽ ഗിദെയോൻ വിജയിക്കുവാനായിട്ടിടയായി തീർന്നു. ഇതുകൊണ്ട് കഴിഞ്ഞു. ഗിദെയോൻ ദൈവത്തെ എത്ര പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു? എത്ര പ്രാവശ്യം കൺഫർമേഷൻ വേണ്ടേ? ദൈവം രണ്ടാമത്തെ കൺഫർമേഷനിലേക്ക് കൊണ്ടുപോവുക. ഈ മിദ്യാന് രക്തം ഉണ്ടെന്നറിയാമോ? വായിച്ചോട്ട് 8-ാം അധ്യായം 10-ാമത്തെ വാക്യം, വേഴ്സ് 10. അപ്പം ഇവരെ ഒത്തിരി എണ്ണത്തെ നശിപ്പിച്ചു. ബാക്കി ശേഷിച്ചത് എത്ര ഉണ്ട്? 15,000. എത്ര പേരെ കൊന്നു? താഴെ എത്ര? 1,20,000. ഇപ്പം ശേഷിപ്പ് എത്ര ഉണ്ട്? 15. അപ്പോൾ ടോട്ടൽ ഈ മിദ്യാന്യരുടെ പാളയത്തിൽ കിടന്ന ശത്രു സൈന്യം എത്ര ഉണ്ടായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 1,35,000 ജനം. അത് വാളെടുക്കുവാൻ പ്രാപ്തര, യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള, എലിജിബിൾ ആയിരിക്കുന്ന, വാരിയേഴ്സ് ആയിരിക്കുന്ന 1,35,000 പേര് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ്
ഗിദിയോൻ കാഹളമൂതി ദൈവത്തിന് ഈ മിദ്യാനർ വന്ന് കണ്ടിട്ട് ഗിദിയോൻ കാഹളമൂതി പെടാന്ന് പാടെല്ലാം വെച്ചു. ഒത്തിരി ഇടത്ത് പോയി കാഹളമൊക്കെ കൊടുത്തു വിട്ടു. എല്ലാവരും യുദ്ധത്തിന് വരാൻ കൂടിയ ജനം എത്ര ഉണ്ടെന്നറിയാം? 30,000. വായിച്ചാട്ടെ. 6-ാം അധ്യായം 7-ാം അധ്യായം എടുത്താട്ടെ. 7th chapter അതിൻ്റെ 3-ാമത്തെ വാക്യം. 20,000 പേർ, 22,000. എത്ര പേര് ബാക്കി ശേഷിച്ചു? അപ്പോൾ ടോട്ടലി ഇവർക്ക് എത്ര ഉണ്ടായത്? ഇവർക്ക് എത്ര പേരുണ്ടായ സൈന്യം? 32,000. മറ്റവർക്ക് എത്ര ഉണ്ട്? 1,00,000. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 1,35,000 വാളൂരുവാൻ തക്കോണം യോഗ്യമായിരിക്കുന്ന പടജനത്തിൻ്റെ മുൻപിലാണ് ഈ 32 കൊണ്ട് ഈ പുള്ളി ആകുന്നത് ശ്രമിച്ചിട്ട് പുള്ളി കിട്ടിയത് ഇതാ. നിങ്ങൾ 6-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പുള്ളി കാഹളം ഊതുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്, എഫ്രൈമിൽ മെസ്സേജ് അയക്കുന്നു, മനശ്ശേയിൽ മെസ്സേജ് അയക്കുന്നു. ഇവിടുന്ന് എല്ലായിടത്തു നിന്നും തപ്പിപ്പിടിച്ച് കിട്ടിയിരിക്കുന്ന 32. ഈ 32നെയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു. ഗിദിയോൻ ചിന്തിച്ചു, 1.5 ലക്ഷം മറ്റവരുണ്ട്, ഇത് 32, ഓക്കെ കുഴപ്പമില്ലെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സ്വർഗത്തിലെ ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന് പറയാതിരിക്കേണ്ടതിനോ ഇവരെ മുഴുവൻ എനിക്ക് വേണ്ട. അതിൽ 1-ാമത്തെ സെലക്ഷൻ ദൈവം ചെയ്തത് ശ്രദ്ധിച്ചോണം. 1-ാമത്തെ സെലക്ഷൻ ദൈവം ചെയ്തത് ഭയവും ഭീരുതയും ഉള്ളവനൊക്കെ പോകട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരു പടക്കളത്തിൽ ചെല്ലുമ്പോൾ ഒരു എയിമോടുകൂടെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഭയമുള്ളവൻ വന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കൂടെ ദോഷമാണ്. കൂട്ടത്തിൽ ഒന്ന് മതി. വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വാക്യമുണ്ട്, ഒരു ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലത്തെ നാറുമാറാക്കുന്നു. തൈലം വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല മണമാണ്. പക്ഷെങ്കിൽ ഒരു ചത്ത ഈച്ച മതി. ശ്രദ്ധിച്ചോണേ, ഞാനും നിങ്ങളും ആ ചത്ത ഈച്ചയാകരുത്. ഒന്ന് മതി, ഒത്തിരി ആവശ്യമില്ല, ഒരൊറ്റയൊരെണ്ണം മതി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, കുഞ്ഞേ ഒന്ന് മനസ്സിലാക്കിയോ, ഈ 30,000 ഒന്നും നമുക്ക് വേണ്ട, ഭയവും ഭീരുതയുള്ളവനൊക്കെ പൊക്കോട്ടെന്ന് പറഞ്ഞു. പോകാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 300 പേരെ നിങ്ങൾക്കറിയാം, അവസാനമായിട്ട് സെലക്ഷൻസ് വന്ന 300 പേരാ. 300 പേരെ 3 കൂട്ടമായിട്ട് ഗിദിയോൻ തിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചാട്ട് 21-ാമത്തെ വാക്യം. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് സംഭവിച്ചു? ഈ 300 പേര് എന്തോ ചെയ്തു? ഈ പാളയത്തിന് ഈ 1,35,000 പേര് അവരെ ചുറ്റിപ്പറ്റിയാണോ എത്ര പേര് കടന്നത്? 300 പേര്. ഇവരെല്ലാം എങ്ങനെ നിന്നെന്നാ പറഞ്ഞേ? എങ്ങനെ നിന്നു? താന്താൻ്റെ നിരയിൽ വായിച്ചു. ഓരോരുത്തരും താന്താൻ്റെ നിലയിൽ തന്നെ നിന്നു. ഇവിടെ എന്തോ അകത്തെന്തോ സംഭവിക്കുന്നേ? പേടിയുള്ളവനായിരുന്നെങ്കിൽ ഇവരെന്തോ ചെയ്തേനെ? നിങ്ങൾ ശ്രദ്ധിക്കുക, 1,35,000 മിദ്യാനര് കിടക്കുക ഇവിടെ. അവരുടെ ചുറ്റുപാടുമാണ് ഈ 300 പേർ അടങ്ങിയ സംഘം നിൽക്കുന്നത്. ദൈവം അവരോട് കൽപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ഈ 300 പേരെ ചുറ്റുപാട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഗിദിയോനോട് ദൈവം പറഞ്ഞു, കലമുടയ്ക്കണം, പന്തം കൊളുത്തണം, അതോടുകൂടെ കാഹളം ഊതണം. ഈ സമയത്ത് അവിടെ വലിയ സംഭവം നടക്കും. പക്ഷേ നിങ്ങളിവിടെ നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം. ഇതിനകത്ത്, ഈ പാളയത്തിനകത്തെ ജനമെല്ലാം കൂടെ പാച്ചിൽ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്ക്, ഇവിടെ വെളിയിൽ നിൽക്കുന്നവൻ ഭീരുവായിരുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ? അവനെന്ത് ചെയ്തേനെ? അവൻ ആദ്യം ഓടും. ദൈവത്തിന് വേണ്ടത് ഇവിടെ യുദ്ധം നടക്കുക. ശ്രദ്ധിക്കണേ, നിങ്ങൾ ആത്മീയമായിട്ട് നിങ്ങൾ വിവേചിക്കണം. ഈ വർഷം ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം നിങ്ങൾ ഓർക്കണം. ഇത് വെച്ചുകൊണ്ട് വേണം ഈ വചനം ധ്യാനിക്കുവാൻ.
എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു വലിയ സൈന്യം കിടപ്പുണ്ട്. പക്ഷേ ഈ സൈന്യത്തെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങളെ കൊണ്ടല്ല. ദൈവത്തിന് വേണ്ടത് ഭയവും ഭീരുത്വമുള്ളവനൊക്കെ പോകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, 20,000 പേര് വന്നത് ബൈ ഫോഴ്സാ. അവർക്ക് മനസ്സില്ലാ മനസ്സോടാ വന്നേ. അവർക്കറിയാം മിദ്യാന്യർ കഴിഞ്ഞ നാളുകൾ എന്ത് ചെയ്തതാന്ന്. ആ ഒരു ചിന്തയോടുകൂടെ കടന്നു വന്നതാ. അങ്ങനെ ഉള്ളവനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകും. അവരെ മാറ്റുന്നത് അനുഗ്രഹമാണ്. നിൽക്കുന്നുവെങ്കിൽ അല്പം ചൂടും അല്പമൊക്കെ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ല എങ്കിൽ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭയത്തിൽ നിൽക്കുന്നവൻ ആരും ഈ യുദ്ധക്കളരിൽ ഉണ്ടാകരുത്. ഭയവും ഭീരുതയും ഉള്ളവനൊക്കെ പൊക്കോട്ടെ. 20,000 പേര് മാറിപ്പോയി, ബാക്കി 10,000 ശേഷിച്ചു. ഗിദെയോൻ ചിന്തിച്ചു, ഇത്രയെങ്കിലും ഉണ്ടല്ലോ. ദൈവം വീണ്ടും ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനെ, ഈ ജനം അധികമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോട് പുള്ളി കൺഫർമേഷൻ ചോദിച്ചതാ. ദൈവം തിരിച്ചു വരിക. എന്താ വരുന്നേ? നിൻ്റെ ഫെയ്ത്ത് എവിടം വരെയുണ്ട്? എന്താ ഞാൻ പറഞ്ഞ് നീ എങ്ങനെ വിശ്വസിക്കുന്നു? അപ്പോൾ ആദ്യത്തെ ഒരു ലെവൽ കഴിഞ്ഞു. രണ്ടാമത്തത് കഴിഞ്ഞു, 10,000 പേര് ശേഷിച്ചു. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇപ്പോഴുള്ള ജനം അല്പം കൂടുതലാണ്. നീ ഒരു കാര്യം ചെയ്യുക, അവരെ വെള്ളത്തിനടുത്തോട് നടത്താം. അവരെ വെള്ളം കുടിക്കട്ടെ. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ അവരെ സെലക്ട് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യുദ്ധത്തിന് കൊള്ളാവുന്നൊരു ഭീതിയില്ലാത്തവരുമായിരിക്കുന്ന 10,000 പേരാണ് ഈ വെള്ളത്തിൻ്റെ കരക്കിലൂടെ നിൽക്കുന്നത്. അവർക്ക് ഭയമില്ല. യുദ്ധത്തിന് അവർ ഒരുക്കത്തോടെ വന്നിരിക്കുക. പക്ഷേ ദൈവത്തിന് വേണ്ടത് അത് മാത്രമല്ല. ദൈവത്തിന് വേണ്ടത് ഒരു കാര്യം. എന്താ ദൈവത്തിന് വേണ്ടത്? ദൈവം ഗിദെയോനോട് പറഞ്ഞു, പട്ടി നക്കിക്കുടിക്കും പോലെ വെള്ളം നക്കിക്കുടിക്കുന്നവരെ സെപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഞാൻ ഇന്നൊന്ന് പോയി നിങ്ങൾക്കൊരു ചാട്ടുമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പോയപ്പോൾ ഞാൻ കണ്ടു, വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ഈ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പട്ടി നക്കിക്കുടിക്കുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് സിംപ്ലി പോയത്. അതിനകത്ത് അത് നാക്കുകൊണ്ട് താഴോട്ട് വെള്ളത്തിൽ തൊട്ടിട്ട് അത് നക്കിയെടുത്ത് കുടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. എന്താ വിഷയം എന്നാണെന്നറിയാമോ? പട്ടി നക്കിക്കുടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അത് ഇങ്ങനെ നിൽക്കും, അതിൻ്റെ കണ്ണ് മുകളിലോട്ടായിരിക്കും. മറ്റേത് നിങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? അല്പം വെള്ളം കിട്ടിയപ്പോഴത്തേന് നേരെ മുട്ടുകുത്തി അങ്ങ് ഇഷ്ടം പോലെ കുടിച്ചു. അതുങ്ങൾക്ക് എന്തില്ലെന്നറിയാമോ? ഇവിടെ നിൽക്കുന്ന എവിടാ? ശത്രുവിൻ്റെ പാളയത്തിൽ. എന്താ ഉണ്ടാകേണ്ടത്? നീ എവിടാ നിൽക്കുന്നു എന്നുള്ള ബോധ്യം, നിന്നെ ദൈവം എന്തിനാ നിർത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യം, ആ ഒരു ചിന്ത നിൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കേണ്ടത്, എന്താണ്, വാട്ട് ഈസ് യുവർ എയിം, എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ 300 പേർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ വെള്ളം നക്കിക്കുടിച്ചപ്പോൾ അവർ ലക്ഷ്യബോധമുള്ളവരായിട്ടാണ് നക്കിക്കുടിച്ചത്. അവർക്ക് ലക്ഷ്യബോധമുണ്ട്. അവർക്കറിയാം ശത്രു ഇവിടെ അപ്പുറത്ത് നിൽക്കുക. അറ്റ് എനി മോമെൻ്റ് ശത്രുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മറ്റവരെന്ത് ചെയ്തു? വളരെ സുഖമായിട്ട് ഇതിനെക്കുറിച്ച് യാതൊരു വീട്ടുവിചാരവും ഇല്ലാതെ കുഞ്ഞിടന്ന് ഇഷ്ടം പോലെ കുടിച്ചു. ശ്രദ്ധിച്ചോണേ, ദൈവം സെലക്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, തങ്ങളെ വിളിച്ച വിളിയെക്കുറിച്ച് ലക്ഷ്യമാണ്. എന്തിനാ വിളിച്ചേ? ചിന്തിക്കരുത് ഞാൻ സേഫ് സോണിലാണ് നിൽക്കുന്നുവെന്ന് ചിന്തിക്കരുത്. പിന്നെയോ ഞാൻ നിൽക്കുന്ന എവിടാ? ഒരു അപകട മേഖലയിലാണ്. പക്ഷെങ്കിൽ അപകട മേഖലയിലാണ് ഞാൻ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യബോധത്തോടു കൂടെയാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അവിടെയാണ് അനുഗ്രഹം. മനസ്സിലായോ ഇവരുടെ പ്രത്യേകത?
എന്ത് സംഭവിച്ചു? ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങളങ്ങോട്ട് ഇറങ്ങിച്ചല്ല്. എന്ത് ചെയ്യണം? ഒരു കയ്യിൽ കുടമുണ്ട്, കുടത്തിനകത്തൊരു പന്തമുണ്ട്, മറ്റേ കയ്യിൽ കാഹളമുണ്ട്. നിങ്ങൾക്കറിയാം കാഹളം എന്ത് വെളിപ്പെടുത്തുന്നു? ദൈവത്തിൻ്റെ വാഗ്ദത്തം. എന്താ ഇവിടെ സംഭവിപ്പിക്കുന്നേ? ഇവിടെ പന്തം കുടത്തിനകത്ത്. എന്നിട്ട് ദൈവം ഗിദെയോനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ ചെയ്യണം, അതുപോലെ അവരും ചെയ്യണം. എന്ത് ചെയ്തു? ഗിദെയോൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ കുടമൊന്ന് പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോഴത്തേന് എന്ത് വെളിപ്പെട്ടു? അകത്ത് വളരെ സുഖമായിട്ട് കിടന്നുറങ്ങുക. കാരണം മധ്യയാമത്തിലായി ഇവരങ്ങോട്ട് ചെല്ലുന്നത്. പകലല്ല, മധ്യയാമത്തിലാണ്. രാത്രിയുടെ ആ ഒരു സെറ്റ് ഓഫ് സോൾജേഴ്സ്, വാച്ച്മാൻമാർ മാറിയിട്ട് ഇവരെല്ലാം സുഖമായി നിദ്ര ആയിരിക്കുമ്പോഴാണ് ഇവരങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പത്തെ എന്തോ നടക്കുക ഇവിടെ? നിങ്ങൾക്കറിയാം, ഇവിടെ കുടം പൊട്ടിച്ചപ്പോൾ എന്ത് വെളിപ്പെട്ടു? ഇതിനകത്ത് ചുറ്റുപാടുകൾ മുഴുവൻ, അവർ നിൽക്കുന്ന ചുറ്റുപാടുകൾ മുഴുവൻ തീയ. ഈ പന്തം ഒന്ന് വീശിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്ലെയിം ഒന്നുകൂടായി. ഇപ്പത്തൊരു വലിയ ശബ്ദമായി. എന്തുവാ ശബ്ദം? യഹോവയ്ക്കും ഗിദെയോനും കാഹളം ഊതുക. ഇവിടെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിനകത്ത് മരണപ്പാച്ചിൽ നടക്കുക. ദൈവം ഇവർ തൊട്ടതേയില്ല. ഇസ്രായേൽ മക്കൾ തൊടുവാൻ, അല്ലെങ്കിൽ ഗിദെയോനോട് പറഞ്ഞില്ല, നീ അവരെ തൊടാൻ പറഞ്ഞില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ദൈവം തന്നെ സഹോദരന്മാരുടെ നേരെ വാളെടുക്കുവാനായിട്ട് തുടങ്ങി. ആ ജനത്തിൽ എത്ര പേര് നശിച്ചു? 1,00,000 എണ്ണം. 1,35,000, 1,20,000 എണ്ണം അവിടെ വെച്ച് തീർന്നു. ബാക്കിയുള്ള 17,000 എണ്ണത്തെയും പരിപൂർണമായിട്ട് നശിപ്പിച്ചു. എന്താ ചെയ്ത്? ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടി. ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുള്ളത് മനസ്സിലാക്കി. അതിനനുസരണമായിട്ട് താൻ ഒരു സ്റ്റെപ്പ് എടുത്തു. ദൈവം തന്നെ ടെസ്റ്റ് ചെയ്യുവാൻ ഇടിയായിത്തീർന്ന സമയത്തും താൻ ലക്ഷ്യബോധത്തോടുകൂടെ, ഒരല്പം പോലും ഭയമില്ല. തനിക്ക് ഒരു കാര്യം അറിയാം, സ്വർഗത്തിലെ ദൈവം എന്നോട് കൽപ്പിച്ചത്, ഞാൻ ഈ 1,35,000 മിദ്യാന്യരെ അല്ല ഞാൻ കാണേണ്ടത്. എനിക്ക് കാണേണ്ടത് അവരൊറ്റ മനുഷ്യനേ ഉള്ളൂ. ഒരു മനുഷ്യനെ പോലെ നീ അവരെ തോൽപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചുവെങ്കിൽ, ഗിദെയോൻ അറിയാം, ഒരൊറ്റ മനുഷ്യനെ പോലെ ഞാൻ അവരെ തോൽപ്പിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഗിദെയോനിൽ കൂടെ വെളിപ്പെട്ടപ്പോൾ 1,35,000 പേരെ ഒരൊറ്റ മനുഷ്യനെ പോലെ കൊല്ലുവാൻ സാധ്യമായി തീർന്നുവെങ്കിൽ, ഗിദെയോൻ്റെ പേര് വിശ്വാസികളുടെ പട്ടികയിൽ ഉൾപ്പെടുവാൻ കാരണമായിരിക്കുന്നുവെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടുത്തുമെങ്കിൽ, ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ സാധിക്കും. ഒന്ന് വേണം, ഭീതി ഉണ്ടാകരുത്. 2, ലക്ഷ്യബോധം വേണം. എന്താ ലക്ഷ്യം? എന്താ നിങ്ങളുടെ എയിം? എന്തിനാ ദൈവം വിളിച്ചിരിക്കുന്നത്? എന്താണ് എന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഒരിക്കൽ പോലും എൻ്റെയും നിങ്ങളുടെ കൺമുൻപിൽ നിന്ന് അത് മാറിപ്പോകരുത്. എൻ്റെയും നിങ്ങളുടെ കൺമുൻപിൽ നിന്ന് അത് മാറിപ്പോകുന്നുവെങ്കിൽ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അവരെ കൊണ്ട് ദൈവത്തിന് ഒന്നും പ്രവർത്തിപ്പിക്കുവാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കണമെങ്കിൽ അവർ വിശ്വാസത്തോടുകൂടി അവർ മുൻപിൽ നിന്നുകൊണ്ട് ദൈവം തങ്ങളെ ഫലമേൽപ്പിച്ച വേലയെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ബോധ്യത്തോടുകൂടി, ആ കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്നുവെങ്കിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, മിദ്യാന്യരെ പരിപൂർണമായിട്ട് നശിപ്പിക്കുവാൻ നാളെ മുതൽ ഗിദെയോനെ, നീ ഇന്ന് ഭയപ്പെട്ടുകൊണ്ട് നിന്റെ മുന്തിരിച്ചക്കിൻ്റെ അടുവച്ചുകൊണ്ട് ഗോതമ്പ് മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നീ ശത്രുവിനെ തോൽപ്പിച്ചു. ഇസ്രായേൽ ജനം പരിപൂർണമായി സ്വതന്ത്രരായി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ഇത് നടക്കും എന്ന് ദൈവം പറഞ്ഞ് നടക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹോൾ ഇസ്രായേലൈറ്റ്സ് രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, അവിടാണ് എൻ്റെയും നിങ്ങളുടെ ദൈവം. എന്നാൽ ഈ ഗിദെയോൻ്റെ നെക്സ്റ്റ് ജീവിതം കൂടെ നിങ്ങൾ നോക്കണം. ഗിദെയോനെ ഓൺ ദ സ്പോട്ടിൽ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഗിദെയോനെ, നീ രാജാവാകണം. നീ മാത്രമല്ല, തുടർന്ന് നിന്റെ മക്കളും. ഗിദെയോനെ സമ്മതിക്കാമായിരുന്നു. പക്ഷെ ഗിദെയോൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവാകത്തില്ല, ദൈവമാണ് നിങ്ങളുടെ രാജാവ്. പക്ഷേ ഒരു കാര്യം ചെയ്തു, നിങ്ങളൊരു കാര്യം ചെയ്യണം, അവിടുന്ന് കിട്ടിയിരിക്കുന്ന കുണുക്ക് കഴിഞ്ഞ് തരാൻ പറഞ്ഞു. പുള്ളി ഒരു എഫോർട്ട് ഉണ്ടാക്കി. അത് അവനും അവൻ്റെ കുടുംബത്തിനും.
അത്രയും പേഷ്യൻസോടുകൂടെ കാര്യം ഭംഗിയായി ചെയ്തു. ഒരു വലിയ വിജയത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായി തന്നു. അവസാന ഒരു നിമിഷം താൻ മാത്രമല്ല ഇസ്രായേൽ മക്കളെ കൊണ്ട് പാപം ചെയ്യിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, ദൈവമേ, എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചാൽ ക്രിസ്തീയ ജീവിതം ദൈവം ഫലമേൽപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. തൻ്റെ ഒരു വലിയ വിജയമാണ്. ഈവൻ ഇസ്രായേൽ മക്കൾ പറഞ്ഞപ്പോൾ പോലും അതിനകത്ത് പോലും താൻ കീഴ്പ്പെടാതെ അതിന്മേൽ ജയമെടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. പക്ഷേ എന്തോ ഒന്നിൻ്റെ തന്നെ ആഗ്രഹം എന്ത് ചെയ്തു? തന്നെ കൊണ്ട് നശിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ശ്രദ്ധിക്കണം. എങ്കിലും ഒരു കാര്യമുണ്ട്, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഗിദിയോന്റെ വിശ്വാസം വെളിപ്പെടുവാൻ കാരണമായി തീർന്നു. എന്ത് പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിന് ഇവിടെ വലിയ കാര്യം ചെയ്യുവാനിടയായി തീർന്നത്. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അല്പനിമിഷം അടയട്ടെ.